guys, ആരെങ്കിലും എന്നെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഞാൻ കീർത്തന. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യമേ തന്നെ പറയുകയാണ്, ആരെങ്കിലും ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തൊരു ബെല്ലും കൂടെ വരും. അതുകൊണ്ട് എനിക്കിട്ട് ഓൾ എന്ന ഓപ്ഷൻ നിൽക്കാൻ ഞാൻ ഇന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം കിട്ടും. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഡാൻഡ്രഫ്, അതായത് താരൻ. അപ്പൊ അതിന് നമുക്ക് എങ്ങനെയാ തലയെ വരാതിരിക്കാനായിട്ടും നമ്മുടെ മുടിയിലൊക്കെ വരാതിരിക്കാനായിട്ട് ചെയ്യേണ്ട 5 or 4 ടിപ്സ്. 4 എനിക്ക് ഇപ്പോൾ കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ 5 or 4 ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആവും. പിന്നെ ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങളാണ്. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വാട്സപ്പ് ഷെയർ ബട്ടൺ നോക്കിയിട്ട് വാട്സപ്പ് നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, ഗ്രൂപ്പ്സ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തേക്കാം. അപ്പൊ പെട്ടെന്ന് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. 3, 2, 1 ലെറ്റ്സ് ഗോ. ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ അടുത്ത് ഒരാൾ വന്നിരിപ്പുണ്ട്. യൂണിക്കോൺ വന്നിട്ടുണ്ട്. പിന്നെ ഇതുവരെ വീട്ടിൽ ഇരുന്നാൽ ഇതിന്റെ വീഡിയോ ഇടാൻ പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ഇതൊരു ചെയ്യാൻ. ഓക്കെ, ഞാൻ പറയാം. ഇത് നമ്മുടെ യൂണിക്കോൺ ആണ്. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇതിന്റെ വീഡിയോ ആണ് ഇട്ടേക്കുന്നത്. ഇതിന്റെ സ്റ്റോറി പോലെ ഞാൻ പറഞ്ഞിട്ടു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞൊന്നും അറിയത്തില്ല. മിനിയൻസിന്റെ ഇതിന് ഞാൻ ഇതുപോലെ ഉണ്ടാക്കാൻ ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും വീഡിയോയുടെ എല്ലാം ലിങ്ക് ഐക്കാർഡിലും അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ വരും. അതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പം നമുക്ക് ടിപ്പ് നമ്പർ 1 എന്താണെന്ന് നോക്കാം. ടിപ്പ് നമ്പർ 1 എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും എല്ലാവരുടെയും കയ്യിലുണ്ടാകുന്ന ഒരു സാധനമാണ് ചീപ്പ്. അപ്പോൾ ആ ചീപ്പ് നമ്മൾ ഒരു ദിവസം ഇടപെട്ട് കഴിയില്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ മാക്സിമം ആ ചീപ്പ് വാഷ് ചെയ്ത് വെളുത്ത് വെച്ച് ഉണക്കിയെടുക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ചീപ്പ് എപ്പോഴും ചെയ്യുമ്പോൾ നമ്മുടെ തലയിൽ ചെയ്യും നമ്മൾ വെച്ചു, അതിൽ ഓയിലുണ്ടാവും നമ്മുടെ തലയിലത്തെ. ഇനി നമ്മുടെ തലയിലുള്ള അഴുക്ക്, അതായത് പൊടി, എന്തായാലും വാഷ് ചെയ്യുന്ന പറഞ്ഞാൽ പൊടിയൊക്കെ കാണുമല്ലോ, നമ്മളിങ്ങനെ പൊല്യൂഷൻസ് ഒക്കെ കാണും. അപ്പോൾ അതൊക്കെ ചെയ്യുക, അതായത് പൊടി അതൊക്കെ ഒരുമാതിരി ഇരുന്ന് ഫംഗസ് ആയിട്ട് അതൊരു നമ്മുടെ തലയിൽ വീണ്ടും ആ കണ്ടിന്യൂ ആയിട്ട് ചീപ്പ് വെച്ചാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ ചീപ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ തല താരനുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ മാക്സിമം ഒരു ദിവസം ഇടപെട്ടോ അല്ലെ 2 ദിവസം ഇടപെട്ടോ നിങ്ങൾ ചീപ്പ് വാഷ് ചെയ്യണം. ഇതാണ് ഒന്നാമത്തെ ടിപ്പ്. അപ്പം ടിപ്പ് നമ്പർ 2 എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മേക്കപ്പ് ഞാൻ അതിന്റെ ഹെയർ കെയർ റൂട്ടിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന്റെ പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് ഞാൻ അതുപോലെ തന്നെ ഐക്കാർഡിലും കൊടുക്കാം, പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. ഞാൻ എൻ്റെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വിടാം ഇത് ലിങ്ക് പ്ലേലിസ്റ്റിന്റെ. ഞാൻ 3 ഡേയ്സ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ആ ഹെയർ ഡേയിൽ ഞാൻ 2 ആഴ്ച 2 തവണയോളം ഹെയർ പാക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യം സത്യം പറഞ്ഞാൽ നിങ്ങളെ കാണിച്ചിട്ടില്ല ഞാൻ അരിച്ചെടുക്കുന്നത് പാക്ക്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഏത് പാക്ക് ഉപയോഗിച്ചാലും അരിച്ചെടുക്കണം. നമ്മൾ അപ്പോൾ കാണുമ്പോൾ ഒരു തരിയില്ല, അപ്ലൈ ചെയ്യാം, വാഷ് ചെയ്ത് കളയും നമ്മൾ ഞാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എന്ത് പാക്ക് ഉണ്ടാക്കി കഴിഞ്ഞാലും നമ്മൾ ആ പാക്ക് മാക്സിമം, ഇപ്പം ലിക്വിഡി ഫോം ആണെങ്കിൽ നിങ്ങൾ അരിപ്പ് യൂസ് ചെയ്യുക. കുറച്ച് തിക്കൊക്കെ ആയിട്ടുള്ള നമ്മൾ പാക്കാണ് എപ്പോഴും ഡെയിലി ഒരു വീക്ക് ഫുള്ള് നമ്മൾ ഹെവി ആയിട്ടുള്ള യൂസ് ചെയ്യത്തില്ല. ലൈറ്റ് ഹെവി അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പാക്കൊക്കെ. അപ്പോൾ നമ്മൾ ഇച്ചിരി ഹെവി ആയിട്ടുള്ള പാക്കൊക്കെ നമ്മൾ നല്ല കോട്ടൺ തുണിയിലെ തിന്നായിട്ടുള്ള അതിൽ നല്ലപോലെ സീവ് ചെയ്ത് എടുക്കുക. അതിൻ്റെ പ്രോട്ടീൻസ് ഒക്കെ നല്ലപോലെ സീവ് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് നല്ല ഇതായിട്ട് കിട്ടും. അങ്ങനെ പാക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ പാക്കൊക്കെ യൂസ് ചെയ്ത് നമ്മൾ വാഷ് ചെയ്ത് കഴിയും. നമ്മൾ സീവ് ചെയ്യാതെ പാക്ക് യൂസ് ചെയ്ത് വാഷ് ചെയ്ത് എന്തെങ്കിലും വാഷ് ചെയ്താൽ നമുക്ക് അങ്ങനെ ഒരു തരിത്തരിപ്പ് നമ്മുടെ മുടിയമ്മ കിടക്കും. അത് പോകാൻ കുറച്ച് പാടാണ്. അപ്പോൾ നമ്മൾ സീവ് ചെയ്യാതെ ഈ പാക്ക് യൂസ് ചെയ്ത് നമ്മൾ തരിതരിപ്പ് മുഴുവൻ തല കാണും, ഇവിടെ തലയിലൊക്കെ കാണും. അപ്പോൾ നമ്മൾ ചീപ്പ് കൊണ്ട് ചീകി എന്ന് പറഞ്ഞാലും നമ്മുടെ തലയിൽ അപ്പോൾ നമ്മുടെ ഈ മുടിയമ്മയൊക്കെ കിടക്കുന്ന ഒരുമാതിരി നമ്മുടെ ഹെയർ ഡ്രൈ ആകുമ്പോൾ അങ്ങ് ചീകി കളയുമ്പോൾ പോകും. അപ്പോൾ അങ്ങനെ പോയി കഴിയുമ്പോൾ നമ്മുടെ തലയിൽ പക്ഷെ ആ പാക്കിൽ ഒരു തരിയും പോകാറില്ല. അത് അവിടെ ഇരുന്നിരുന്ന ഒരു ഫംഗസ് ആയി, പിന്നെ അത് നമുക്ക് ചൊറിച്ചിലായി താരും അങ്ങനെ കൂടി ചൊറിഞ്ഞോണ്ടിരിക്കുമ്പോൾ അത് വീണ്ടും വർദ്ധിക്കുകയും ചെയ്തുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ ഈ പാക്കൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ മാക്സിമം അരിച്ച് ഉപയോഗിക്കാനായിട്ട് നോക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ഡാൻഡ്രഫ് ഒക്കെ ഒരുമാതിരി വരുന്നത് കുറയ്ക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഏത് പാക്ക് യൂസ് ചെയ്താലും നിങ്ങൾ ഷാമ്പു കണ്ടീഷണർ യൂസ് ചെയ്തില്ല, പാക്ക് യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഷാമ്പു കണ്ടീഷണർ യൂസ് ചെയ്യാൻ പറയത്തില്ല ഒരിക്കലും. കാരണം നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കണം. എന്നിട്ട് നല്ലപോലെ നമ്മൾ നല്ല വെള്ളത്തിൽ നല്ലപോലെ തണുത്ത വെള്ളത്തിൽ നല്ലപോലെ വാഷ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ സീവ് ചെയ്തെടുത്ത് പാക്കിൽ നല്ലപോലെ വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പം അങ്ങനെ വാഷ് ചെയ്ത് കളയണം. അപ്പം നമുക്ക് ടിപ്പ് നമ്പർ 2 ഇതായിരുന്നു.
താരം വരാൻ നമ്മൾ പാക്ക് യൂസ് ചെയ്യണം. അപ്പൊ നമുക്ക് ടിപ്പ് നമ്പർ 3 പോകാം. ഓക്കെ, ടിപ്പ് നമ്പർ 3 എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലയിൽ താരം വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അറിയാമെന്നാണ് ഞാൻ പറയുന്നത്. നമുക്കപ്പോൾ സാധാരണ മുഖത്തൊക്കെ കുരു വരും, എല്ലാവരുടെയും മുഖത്ത് കുരു വരും. അപ്പോൾ ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് എന്തായാലും കുരു വരും. അപ്പോൾ അങ്ങനെ കുരു വന്നു കഴിയുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഇത്ര കുരുവേ വരുള്ളൂ സാധാരണ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫുഡിൻ്റെ ഇത് എണ്ണമശലൊക്കെ കൂടുമ്പോൾ എക്സ്ട്രാ ഒക്കെ വരും. അല്ലാതെ നമ്മുടെ ഫേസിന്മേലൊക്കെ ഇടയ്ക്ക് ചൊറിച്ചിട്ട് തോന്നുക, ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ രാത്രിയൊക്കെ നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ മുഖത്തൊക്കെ കടിക്കുമ്പോൾ നിങ്ങൾ ചൊറിയില്ലോ അതൊക്കെ തോന്നുക. അപ്പോൾ മുഖത്ത് നെറ്റിമേലൊക്കെ കുരുവൊക്കെ നല്ലപോലെ ആവുകയാണെങ്കിൽ അതിനകത്ത് നിങ്ങളുടെ തലയിൽ താരനുണ്ടെന്നാണ്. പിന്നെ നിങ്ങൾക്ക് ഡെയിലി ബേസിസ് നല്ലപോലെ ഹെയർ ഫാൾ ആവുന്നുണ്ട്. അതായത് മുടി മേലൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോഴൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ മുടി ഉറങ്ങുന്ന രണ്ടുപേർ പൊട്ടുന്നു. പിന്നെ ചീകുമ്പോഴൊക്കെ നിങ്ങൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ മുടി പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ തലയിൽ താരനായി എന്നാണ്. പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ചൊറിച്ചില്, അപ്പൊ കുളിച്ച് നനഞ്ഞ മുടി ആവുമ്പോൾ നമുക്ക് നല്ലപോലെ ചൊറിയും. അപ്പൊ അതിൻ്റെ അർത്ഥമൊക്കെ നമ്മുടെ തലയിൽ താരനായി എന്ന് തന്നെയാണ്. അപ്പൊ നിങ്ങൾ അതിനു വേണ്ടി തന്നെ പിന്നെ അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങണം. അപ്പൊ നിങ്ങളുടെ ചീപ്പെല്ലാം വാഷ് ചെയ്ത് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ തലയിൽ താരം വരുന്നത്. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാരണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിൽ താരനുണ്ടാകുന്നു എന്നാണ്. അപ്പൊ ടിപ്പ് നമ്പർ 3 ഇതായിരുന്നു. നമുക്ക് 4 പോകാം. ഓക്കെ, ടിപ്പ് നമ്പർ 4 എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പ് എപ്പോഴും നിങ്ങൾ എപ്പോഴും ക്ലീൻ ആയിട്ട് വെക്കുക. കാരണം നമ്മളൊരു വീക്ക് പാക്ക് ഹെയർ ഓയിലിംഗ് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹെയർ ഓയിലിംഗ് ചെയ്യുമ്പോൾ ഞാൻ ഷാമ്പു കണ്ടീഷണർ ചെയ്യാറുണ്ട്. അപ്പോൾ അതായിരിക്കണം നിങ്ങളുടെ ഹെയർ ഷാമ്പു കണ്ടീഷണർ. അതായത് ഏതെങ്കിലും ഒരു വീക്ക് നമ്മൾ വീക്കിൻ്റെ എൻഡോ അല്ല സ്റ്റാർട്ടിങ്ങോ നിങ്ങൾ ഷാമ്പു കണ്ടീഷണർ ചെയ്തിരിക്കണം. ഞാൻ മെയിൻലി ഷാമ്പു കണ്ടീഷണർ ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഞാൻ ഹെയർ ഓയിലിംഗ് ചെയ്ത് കഴിയുമ്പോൾ ഷാമ്പു കണ്ടീഷണർ ചെയ്തിരിക്കും. അത് ചെയ്യണം, അല്ലെങ്കിൽ എണ്ണയൊക്കെ തലയിൽ ഇരുന്നാൽ നല്ലപോലെ ഇത് അഴുക്കാവും. നമ്മുടെ തലയൊക്കെ മെഴുമ്പോഴും വില അപ്പോൾ നമുക്ക് തലയിൽ അഴുക്കാവും. അപ്പോൾ വീക്കിലി ഒരു തവണ നിങ്ങൾ ഷാമ്പു കണ്ടീഷണർ ചെയ്തിരിക്കണം. അപ്പോൾ അതൊക്കെ നമ്മുടെ സ്കാൽപ്പ് എപ്പോഴും ക്ലീൻ ആയിരുന്നാലേ ഉള്ളൂ ഇതുപോലത്തെ ഫംഗസ് ഒക്കെ വരാതിരിക്കത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ടിപ്പ് നമ്പർ 4 ഇതായിരുന്നു. നമുക്ക് വീക്കിലി ഒരു തവണ ചെയ്യാറുള്ളൂ. പിന്നെ അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് തല നല്ലപോലെ ചൊറിച്ചിലാകുന്നു അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഒരു 2 തവണ വാഷ് ചെയ്താൽ മതി. ഞാൻ പറയുന്നത് വീക്കിലി ഒരു തവണ വാഷ് ചെയ്യാനാണ്. അപ്പോൾ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഹെയർ ടൈപ്പ് അനുസരിച്ച് ഷാമ്പു യൂസ് ചെയ്ത് വാഷ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടിപ്പ് നമ്പർ 4 ഇതായിരുന്നു. ടിപ്പ് നമ്പർ 5ലേക്ക് ഇനി ഞാൻ ഇനി പറയാൻ പോകുന്നത് ടിപ്പ് നമ്പർ 5 ആണ്. ടിപ്പ് നമ്പർ 5 ഓക്കെ, ടിപ്പ് നമ്പർ 5 മറ്റൊന്നുമല്ല. നമുക്ക് അറിയാം നമ്മുടെ തലയിൽ താരന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ഷാമ്പു കണ്ടീഷണർ ഇട്ടാൽ പോകും. പക്ഷെ അത് അത്ര നമ്മുടെ തലയിൽ അത്ര ആയിട്ടുണ്ടെങ്കിൽ ഷാമ്പു കണ്ടീഷണറിൽ പോകാൻ നല്ല പാടാണ്. പിന്നെ നമ്മുടെ തലയിൽ നിന്ന് പോയി കഴിഞ്ഞാലും അത് തിരിച്ചു വരാനും സാധ്യത വളരെയേറെയാണ്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഏറ്റവും സഹായിക്കുന്ന ഈ ഡാൻഡ്രഫിനെ നമുക്ക് എപ്പോഴും കളയാനായിട്ട് എന്നെ ഏറ്റവും സഹായിച്ച ഒരു പ്രോഡക്റ്റാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് കാനഡിൻ. ഈ പ്രോഡക്റ്റ് കാനഡിൽ നിന്നാണ്. ഇതൊരു ബ്ലൂ ബോട്ടിലാണ്. ഇത് 75 ml ഒരു ബോട്ടിലാണ് ഞാനിവിടെ വാങ്ങിയേക്കുന്നത്. ഈ ഒരു ബോട്ടിലും അത് ഈ ഒരു ബോട്ടിലാണ് നിങ്ങൾക്കൊരു 2-3 യൂസിൻ്റെ അത്രയുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ യൂസ് ചെയ്യാൻ വാങ്ങുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നല്ലപോലെ വായിച്ചിട്ട് ചെയ്യാൻ. അപ്പം നിങ്ങൾ വായിക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നല്ലപോലെ ഷെയ്ക്ക് ചെയ്യണം. നല്ലപോലെ ഷെയ്ക്ക് ചെയ്യണം. അതായത് നമ്മൾ സാധാ ഷെയ്ക്കുന്ന പോലെ ഷെയ്ക്ക് ചെയ്താൽ ശരിയാവില്ല. ഇത് ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താ ഒരു വാട്ടർ ആയിട്ടുള്ള ഒരു കളറേ കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ നല്ലപോലെ ഷെയ്ക്ക് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ഓറഞ്ച് കളറൊരു ഇതാണ് കിട്ടുന്നത്. ഞാൻ നിങ്ങളെ പ്രോഡക്റ്റ് എടുത്ത് കാണിക്കാവേ. നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ നല്ലപോലെ കിടന്ന് ഒരു 5 മിനിറ്റ് ഒന്നും ഷേക്ക് ചെയ്യണം. ഇത് ഇത്തിരി മിക്സ് ചെയ്യാൻ കുറച്ചിന് ഇതാണ്. അപ്പോൾ ഇത് ഇത്തിരി തിക്കായിട്ടുള്ളത് ഇതാണ്. അപ്പോൾ നല്ലപോലെ ഷേക്ക് ചെയ്താലേ നമുക്കിത് മിക്സ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ മിക്സ് ആക്കിയിട്ട് നിങ്ങളൊരു കപ്പിൽ വെള്ളം എടുത്തിട്ട് ഇതിലോട്ട് ഈ ഷാമ്പു ഒഴിച്ച് നിങ്ങളുടെ ആവശ്യത്തിലുള്ള ഷാമ്പു ഒഴിച്ചിട്ട് മൈൽഡാക്കി യൂസ് ചെയ്ത് കണ്ട ഒരു ഓറഞ്ച് കളറ്. ഇതിപ്പോൾ ഞാൻ കുറേ നേരം മിക്സ് ചെയ്തു കേട്ടോ, പോസ് ചെയ്തിട്ടിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഇതൊരു ഈ മാതിരി ഒരു കളറാണ്. സ്മെല്ല് അത്ര നല്ലതൊന്നും അല്ല.
ഇതായിരുന്നു നമ്മുടെ ഡാൻഡ്രഫ് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് വളരെ വളരെ ഒരു എല്ലാവരുടെയും കാര്യത്തിലുള്ള ഒരു കാര്യമാണ് ഈ ഡാൻഡ്രഫ് എന്നുള്ളത്. അപ്പോൾ പ്ലീസ് നിങ്ങൾ ഷെയർ ചെയ്യുക. വാട്സാപ്പിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് സ്റ്റാറ്റസും കൂടി ഇട്ടേക്കണം. പിന്നെ ഇത് ഞാൻ ഈ പറഞ്ഞ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. നമുക്കൊരു ലൈക്കും കൂടി തന്നേക്കുക. പിന്നെ കമന്റ് ഡൗൺ നിങ്ങൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടോ, ഇതിന് മുന്നേ നിങ്ങൾ നല്ല ഡാൻഡ്രഫ് ഉണ്ടോ, എങ്ങനെയാണ് അതൊക്കെ പറയുക നിങ്ങൾ. അപ്പം ഈ പ്രോഡക്റ്റ് ഞാൻ എല്ലാം പറഞ്ഞിരുന്നു എന്നാണ് ഞാൻ ഒന്നുകൂടെ പറയാൻ. ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പിന്നെ ഇതിൻ്റെ പ്രൈസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതി ഇട്ടേക്കാം നോക്കിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ നിർത്തുവാണ്. അപ്പോൾ ഞാൻ എല്ലാ മൺഡേയും വരുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടാതുണ്ടോ എന്നൊന്ന് പറയണം. കുറച്ച് പേര് പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സിക്കായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന്. അതുകൊണ്ടാണ് ആർക്കെങ്കിലും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് പറയണം. അല്ല നോട്ടിഫിക്കേഷൻ ഇനി കിട്ടുന്നില്ല എന്നാണെങ്കിലും നിങ്ങൾ ചെക്ക് ചെയ്യാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ല് ഓൺ ചെയ്തിട്ടുണ്ടോ, ഓൾ ആക്കി നിർത്തിയൊന്നും. പിന്നെ ഇനി നിങ്ങൾക്ക് എന്നിട്ടും കിട്ടുന്നില്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ തിങ്കളാഴ്ച 10 മണി ഞാൻ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ കയറി കീർത്തന ബീന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനലും എല്ലാം കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുവാണ്. ഇന്നത്തെ വീഡിയോ ലോങ് ആയി ഇല്ലാന്ന് ഞാൻ പറയുന്നത്. ലോങ് ആണെന്ന് പറഞ്ഞാൽ കുഞ്ഞു വീഡിയോ ആയിരിക്കും, ലോങ് അല്ലാന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ വീഡിയോ ആയിരിക്കും. സോ ഞാൻ ഒന്നും പറയുന്നില്ല. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുവാണ്. ആൻഡ് ദിസ് ഈസ് കീർത്തന ആൻഡ് ദിസ് ഈസ് യൂണിക്കോൺ സൈനിങ് ഓഫ്. ബൈ ബൈ.